ദൈവസഭയുടെ വലിയ ഇടയനായ ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യവും ആരാധനയ്ക്ക് യോഗ്യവും പുകഴ്ചകൾക്ക് യോഗ്യവുമായ ശ്രേഷ്ഠനാമം ഈ പ്രശാന്ത സുന്ദരമായ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പ്രകാശനം നൽകിയ ഒരു ആലോചനയ്ക്ക് ആധാരമായിരിക്കേണ്ടതിന് അതിൻ്റെ ഒന്നാമത്തെ വാക്യം പൊതുവിൽ വായിച്ചാലും മതി. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് പറയുന്നു. സ്തോത്രം. കോരഹ പുത്രന്മാരുടെ തൂലിക തുമ്പിൽ നിന്ന് ജന്മം കൊണ്ട മഹൽ കൃതി സങ്കീർത്തനങ്ങൾ 45. അതിനകത്തുള്ള ഓരോ പദകോശങ്ങളും വളരെ ആഴമുള്ള ചിന്തകൾക്കും പഠന വഴിത്താരകളും തെളിയിക്കുന്നതാണ്. ഒരു പ്രയോഗം മാത്രം ഒന്നാമത്തെ വാക്യത്തിൻ്റെ പ്രാരംഭ വാക്കുകൾക്കുള്ളിൽ നിന്നെടുക്കുന്നു. ശുഭവചനം. ഈ പ്രയോഗത്തെ രക്ഷിക്കപ്പെട്ട, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ഭക്തിയോടെ ക്രിസ്ത്യ ജീവിതം നയിക്കുന്ന കൃപായുഗ രക്ഷിത ഗണത്തിലേക്ക്, പുറമറ്റത്തുള്ള ദൈവമക്കളിലേക്ക് ഈ വാക്യത്തെ പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് എൻ്റെ അന്വേഷണ തൃഷ്ണ മുഴുവനും നിൽക്കുന്നത്. നമുക്കൊരുമിച്ച് ഒരു ചിന്തയിലേക്ക് വരാൻ കൃപയിൽ ശരണപ്പെടുന്നു. ശുഭവചനം. ആമേൻ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ. അപ്പൊ വചനം എവിടെയാണ്? ഹൃദയത്തിൽ. അത് ശുഭവചനമാണ്, നല്ല വചനമാണ്, നല്ലതാണ്, ക്ഷേമമായതാണ്. അതിൻ്റെ മലയാള ശുഭത എന്നുള്ളതിൻ്റെ മലയാള പദ പര്യായ പ്രയോഗങ്ങളൊക്കെ അങ്ങനെയാ. അപ്പോൾ നല്ല നല്ല വചനം എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കവിയുന്നു. നല്ല വചനം. അപ്പൊ ഹൃദയത്തിനകത്ത് നിന്ന് വചനം കവിയണമെങ്കിൽ ഹൃദയത്തിൽ വചനം വേണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഹൃദയത്തിനകത്ത് വചനം കേറിയ ദിനമൊന്ന് ഓർക്കാമോ? അതിന് പുതിയ നിയമത്തിലൊരു പ്രയോഗമുണ്ട്, ഉൾനട്ട വചനം എന്നൊരു പ്രയോഗമുണ്ട്. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്തെക്കുറിച്ച് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി. എന്നിട്ട് അതങ്ങനെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് ആ വചനം നമ്മുടെ ഉള്ളിൽ വന്നു. ഒന്നും കൂടെ തെളിച്ചു പറയാം. രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടാത്ത ആർക്കും ഈ പുതിയ നിയമ ഉപദേശത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന നന്മ, ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സാധ്യമല്ല. ഈ കാര്യം ക്ലിയറായി പറയുന്നതിനകത്ത് ഇന്ന് നമ്മുടെ ഗോളത്തിൽ വലിയ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്റ്റൈലിൽ ഒരു ഓളം മാത്രം മതി. സ്തോത്രം. ബ്രദർ എന്ന രക്ഷിക്കപ്പെട്ടത് എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ചൂളുന്ന ധാരാളം പെന്തക്കോസ്തുകാരുണ്ട്. പ്രാഗൽഭ്യത്തോടെ മറുപടി പറയാൻ ആംബിയർ ഇല്ലാത്തവര്. സ്വർഗത്തിലെ ഒരു മൗനത പോലെ ശാന്തതയൊക്കെ വരുന്നുണ്ട്. ഒരുപാട് മൗനത വരുമ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കും കേട്ടോ. ഡൗട്ട് നമുക്ക് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാവോ?
എനിക്കങ്ങനെ മൗനത ഉണ്ടെങ്കിലും പ്രസംഗം മുമ്പോട്ട് പോകാൻ പറ്റുമെന്നാണ് ചിന്ത. കർത്താവ് അതിന് കൃപ തന്നുകൊണ്ടിരിക്കുന്നു. ജനം മിണ്ടിയാലും മിണ്ടിയില്ലേലും സ്വത്രം പറഞ്ഞാലും സ്വത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഉന്തോട് കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ നമ്മുടെ വാക്കുകൾക്കൊരു ഒഴുക്ക് കിട്ടും. ഈ ഒഴുക്കില്ലേലും ഹൈ റേഞ്ചിലൊരു ജീപ്പുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 4x4. അതിന് വേറെ ഗിയറുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആശയം, രക്ഷിക്കപ്പെടാത്ത ആർക്കും ഈ പുതിയ നിയമ ഉപദേശത്തിൽ വചനം പ്രോമിസ് ചെയ്തിട്ടുള്ള ഒറ്റ അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ കഴിയുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒന്നും കൂടെ തെളിച്ചു പറയാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ കയറിയ വചനം ഏതാ? വചനം ജഡമായി തീർന്നു. അതാരാ? യേശു കർത്താവ്. യേശു കർത്താവ് എന്ന് നമ്മുടെ ഉള്ളിൽ വന്നോ, അന്ന് ശുഭവചനം നമ്മുടെ ഉള്ളിൽ വന്നു. ശുഭവചനം ഉള്ളിൽ കയറിയാൽ പിന്നെ വായിന്ന് വെളിയിലോട്ട് വരുന്നത് ശുഭവചനമായിരിക്കും. നിന്റെ ഉള്ളിൽ കർത്താവാണ് ഉള്ളതെങ്കിൽ, സ്തോത്രം, കർത്താവ് യേശു എന്ന നാമമാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ തെളിച്ചു പറയാം. ഉള്ളിലിരിക്കുന്ന കർത്താവ് ഒരു ബലഹീനനല്ല. അല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഈ സകല സാത്താന്യ വൈരികളുടെയും തലയെ തകർത്തവൻ, അതിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയവൻ നിന്റെ അകത്തിരിക്കുകയാണ്. നിന്റെ അകത്തിരിക്കുന്നവൻ ബലവാനാണ്. നിന്റെ വൈരികളെക്കാൾ ബലവാനാണ്. നിന്റെ മുൻപിൽ നിൽക്കുന്ന, പോർ വിളിക്കുന്ന, നിനക്കെതിരെ നിൽക്കുന്ന വൈരിയേക്കാൾ ബലവാനാണ്. അവന്റെ തലയെ തകർത്തവനാണ് നിന്റെ അകത്തിരിക്കുന്നവൻ. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പിശാചിന്റെ തലയെ തകർത്തവൻ, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയവൻ, മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ തലയെ തകർത്തവൻ, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയവൻ. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മുടെ അകത്തിരിക്കുന്നേ. അതുകൊണ്ട് ആ അകത്ത് കർത്താവ് ഇരിക്കുന്നെങ്കിൽ വെളിയിലേക്ക് വരുന്ന വാക്ക് അവൻ വൈരിയെ ഹൈലൈറ്റ് ചെയ്യുന്നതല്ല. വൈരിയുടെ തലയെ തകർത്തവൻ്റെ നാമം നിന്റെ നാവിൽ നിന്ന് വെളിയിൽ വരട്ടെ. അവൻ ജയത്തിന്റെ വാക്ക് വെളിയിൽ വരട്ടെ. വിജയത്തിന്റെ വാക്കുകൾ വെളിയിൽ വരട്ടെ. ജീവന്റെയും മരണത്തിന്റെയും അധികാരം നാവിന് നൽകിയിരിക്കുന്നു. അവൻ അധികാരത്തിന്റെ വാക്ക് വെളിയിൽ വരട്ടെ. ഈ ദൈവിക ആലോചനകൾ ഏറ്റെടുക്കാൻ കഴിയുന്ന ദൈവമക്കൾ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഏതെല്ലാം വൈരികൾ, ഏതെല്ലാം കുരുക്കുകൾ ഒരുക്കി വെച്ചാലും, ഏതെല്ലാം ആയുധത്തിന്റെ മുനം നിനക്കെതിരെ അവൻ നിന്നെ മാത്രം ലക്ഷ്യമിട്ട് അതിന് കൂർപ്പിച്ച് വെച്ചാലും, നിന്നെ മാത്രം ലക്ഷ്യമിട്ട് ഏതെല്ലാം ആയുധത്തിന്റെ വായ്ത്തലകൾക്ക് മൂർച്ച കൂട്ടിയാലും, ഇന്ന് ആത്മനിയോഗത്തോടെ ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ വൈരിയേക്കാൾ വലിയവൻ, നിനക്കെതിരെ വാദിക്കുന്ന പോരുകളെക്കാൾ വലിയവൻ, ലോകത്തിലുള്ളവരെക്കാൾ വലിയവൻ നിന്റെ അകത്തുണ്ട്. എന്റെ അകത്തുണ്ട്. ഇന്ന് പകൽ വാ തുറന്ന് പറ. അതുകൊണ്ട് എന്തേലും ഒന്ന് കാണുമ്പോഴത്തേക്കും പേടിച്ച് ചാടി ഇറങ്ങി ഓടുന്ന കർത്താവ് നിന്നെ ഒറ്റക്കിട്ടേച്ച് ഓടുന്ന കർത്താവല്ല.
രക്ഷകനും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന കർത്താവ് മരണപാശങ്ങളെ അഴിച്ചവൻ, ഓ അവർണ്ണനീയമായ ശക്തിയോടെ ഉയർത്തവൻ, പിശാചിന്റെ തലയെ തകർത്തവൻ, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയവൻ, ജയവീരൻ യേശു ക്രിസ്തു, ചാമ്പ്യൻ ഫോർ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് എൻ്റെ അകത്ത് ജയിച്ചവൻ കയറിയിരിക്കാന്ന് പറ. എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ജയിച്ചവനാന്ന് പറ. അത് പറഞ്ഞുകൊണ്ട് നീ നടക്കുമ്പോൾ തന്നെ, അത് പറഞ്ഞുകൊണ്ട് നീ മുൻപോട്ട് പോകുമ്പോൾ തന്നെ, അത് പറഞ്ഞുകൊണ്ട് നിന്റെ പോർക്കളത്തിലേക്ക് നീ കയറുമ്പോൾ തന്നെ, അവൻ നീ പടവെട്ടേണ്ട പാളയത്തിലേക്ക് നീ ഇറങ്ങുമ്പോൾ തന്നെ, അവൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അവൻ നിന്റെ ഓരോ ചുവടുവെപ്പുകൾക്കകത്തും ആ ജയത്തിന്റെ വ്യാപാരമുണ്ടാകും. നീ ആരാധനയ്ക്കകത്ത് ചില ഹൃദയത്തിനകത്തുള്ള വ്യക്തികൾക്കകത്തുള്ള ചില മനോഭാവങ്ങളെ ഈ വചനത്തിന്റെ പ്രകാശനം, വചനം തിരുത്തുകയാണ്. നോക്കണ ഉള്ളിൽ വന്ന വചനം, വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ശുഭവചനം ഹൃദയത്തിൽ നിറയുമ്പോൾ കവിയുന്നു. ഹൃദയം നിറഞ്ഞത് വാ എന്ത് ചെയ്യും? പ്രസ്താവിക്കും. വാ പ്രസ്താവിക്കും. വാ പ്രസ്താവിക്കും. അപ്പൊ ശുഭവചന ഹൃദയത്തിൽ നിറഞ്ഞാൽ വായിലൂടെ പ്രസ്താവിക്കും. ഈ ശുഭവചനത്തെ കുറിച്ച് പൗലോസ് തീത്തോസിനോട് പറഞ്ഞൊരു പ്രയോഗമുണ്ട്. അത് മാത്രം വായിച്ച് അങ്ങ് നിർത്താൻ പോവാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം വായിച്ചിട്ട് 1-ാം വാക്യം ഒന്ന് വായിച്ചങ്ങ് വിട്ടാൽ മതി. ഈ വചനം വിശ്വാസയോഗ്യം. അടുത്തത് ഇത് വിശ്വാസയോഗ്യം, ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. അപ്പൊ ഈ വചനം ഏതാണ്? മോളിൽ നിന്ന് ചില കാര്യങ്ങളൊന്നും മുതൽ ഇങ്ങനെ പരാമർശിച്ച് വരുന്നുണ്ട്. ഒന്ന് വായിച്ചു വിട്ടോ, എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് ഒന്ന് കയറി നിർത്താം. വായിച്ചു. 1-ാം വാക്യം മുതൽ വായിച്ചു. ഇനി വലിയൊന്നും വിസ്തരിക്കുന്നില്ല. വരുന്നൊരാഴ്ച ദൈവം 7 ദിവസം തരികയാണെങ്കിൽ വഴക്കുണ്ടാക്കാതെ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഭാര്യയോട് വഴക്കുണ്ടാക്കാതെ, ഭർത്താവിനോട് വഴക്കുണ്ടാക്കാതെ, ഫോൺ വിളിച്ച് കൂട്ടിപ്പിടിപ്പിക്കാതെ. നമ്മുടെ ഇടയിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ പറയാറില്ല ഇടയ്ക്കിടയ്ക്ക്, ക്യാഷ് ചിലപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള പ്രേരണയൊക്കെ, എടുക്കടാ ഫോണ്, എഴുതറാ, വോയിസ് ഇട്ടിട്ടി എന്നൊക്കെ എന്ത് ചെയ്യും പറയും. അന്നേരം അട്ടങ്ങട്ടി എന്ന് പറയണം നമ്മളോട് തന്നെ. സ്വത്രം. ഒന്ന് വായിച്ചോ. അല്ല നിർത്തിയതാ, അവിടെയും കൂടെ ഒന്ന് ചേർത്തി വായിച്ചോ. കയറ്റി വായിച്ചു. കലഹിക്കാതെയും. എങ്ങനെ? ശാന്തനായും ശാന്തയായും. ഇനി വായിച്ചോ. പെന്തക്കോസുകാരോട് മാത്രമല്ല, സകലം തൊഴുത്തിക്കെട്ടിയ പശുവിനോട് പോലും സമാധാനം. ചിലർക്ക് ദേഷ്യം പശുവിനോട് തീർക്കും, ആടിനോട് തീർക്കും, കോഴിയെ എടുത്ത് കല്ല് കൊടുത്ത് എറിയും. ആ കുറിവടിയെടുത്ത് പട്ടിക്കിട്ടൊരേറെ, നേരെ പട്ടി കൈന്ന് പറഞ്ഞുകൊണ്ട് ഓടി. സ്തോത്രം. ഈ ഭൂമിയിൽ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു സകല മൃഗജാലങ്ങളോടും പ്രകൃതിയോടും സകലരോടും സമാധാനമാചരിക്കും. നമുക്ക് സ്വസ്ഥം കിട്ടും. അടുത്തതാ വായിച്ചോ.
ആ, ഇത് തീത്തോസിനോട് പറഞ്ഞ ഇതൊന്ന് ഓർമ്മപ്പെടുത്താൻ പൗലോസ്. ആ, ഇത് വിശ്വാസികളോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞത്. അടുത്തത്, മുമ്പേ നമ്മൾ ആരായിരുന്നു? യേശു ഉള്ളിൽ വരുന്നതിന് മുമ്പ് നമ്മൾ അയ്യോ ബുദ്ധികെട്ടവനായിരുന്നു നമ്മൾ. സ്തോത്രം, ഒരു ബുദ്ധിയില്ലായിരുന്നു. അടുത്തത്, പറഞ്ഞാൽ കേൾക്കാത്തവരായിരുന്നു. ഇങ്ങോട്ട് വാ എന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകും. അടുത്തത്, വഴിയാ നടക്കുന്നത്, എന്നാൽ വഴി തെറ്റി നടക്കുന്നവരായിരുന്നു. അടുത്തത്, അങ്ങനെയുമായിരുന്നു. പിന്നെ ഈർഷ്യ, പിന്നെ മരുന്ന് കണ്ടുപിടിക്കാത്ത രോഗങ്ങളൊക്കെ ഉള്ളവരായിരുന്നു. വായിച്ചോ. അന്യമന്യം എന്ത് ചെയ്യുമായിരുന്നു? അന്യമന്യം ഭയക്കുന്നവര്. അടുത്തത്, ഇവിടെ മുതലാണ് നമ്മൾ എടുക്കുന്നത്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദയ. അടുത്തത്, വിസ്തരിച്ച് ധ്യാനിക്കേണ്ട വിഷയമാണ്. വായിച്ചങ്ങ് വിടുകയാണ്. നമ്മുടെ നീതി പ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ. ഒന്ന് പറയാവോ? കരങ്ങൾ ഉയർത്തി, കർത്താവിൻ്റെ കരുണയാൽ അത്രേ എന്നെ രക്ഷിച്ചത്. കരുണ തോന്നി എന്നെ രക്ഷിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഒരു കുളത്തിൽ ഒരാൾ മുങ്ങി താഴുമ്പം രക്ഷിക്കാൻ അത് കണ്ടോണ്ട് നിൽക്കുന്നവരുണ്ടാകാം, നീന്തോളജി അവിടെ നിന്ന് ഉപദേശിക്കുന്നവരുണ്ടാകാം. എന്നാൽ അവൻ ചാകരുത്, എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണമെന്നുള്ള നിലയിൽ ജീവൻ പണയപ്പെടുത്തി അതിലേക്ക്, കയത്തിലേക്ക് എടുത്തു ചാടി വലിച്ച് അവനെ വെളിയിൽ കൊണ്ടുവരാൻ ആളെ, രക്ഷകനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇവനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം, യവനോടുള്ള കരുണയാണ്. അന്നേരം അവൻ്റെ അഡ്രസ്സ് നോക്കിയല്ല, അവൻ്റെ വീട്ടുപേര് നോക്കിയല്ല, ആരുടെ മോനെന്ന് നോക്കിയല്ല, അവനോട് ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ, മരണത്തോട് മല്ലടിക്കുമ്പോൾ എങ്ങനെങ്കിലും അവനെ രക്ഷപ്പെടുത്താനുള്ള ആ കരുണയാണ്. ദൈവം നമ്മുടെ അഡ്രസ്സ് ഒന്നും നോക്കിയല്ല നമ്മെ രക്ഷിച്ചത്, നമ്മോട് കരുണ തോന്നി. നമ്മുടെ ജീനിയോളജി നോക്കിയല്ല, നമ്മുടെ കുലമഹിമ നോക്കിയല്ല, നമ്മുടെ നിറം നോക്കിയല്ല, നമ്മുടെ സാമ്പത്തിക ശേഷി നോക്കിയല്ല. സ്വോത്രം, കരുണ തോന്നി. അടുത്ത വാക്ക്, പെട്ടിട്ട് നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന്. ഈ വചനം വിശ്വാസയോഗ്യം. താഴോട്ട് വായിച്ചോ. നീ ഇത് ഉഴപ്പി പറയരുത്, പമ്മി പറയരുത്. സ്തോത്രം. ഈ ചില ഗവൺമെൻറ് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ വരുന്ന സാറന്മാർ, അവർക്ക് ശമ്പളം കിട്ടും, അവർ ക്ലാസ് എടുത്തേച്ച് പോകും. അവിടെ ആര് ശ്രദ്ധിച്ചാലും വിഷയമല്ല. അങ്ങനൊന്നുമല്ല തീത്തോസെ നീ പഠിപ്പിക്കേണ്ടത്. തീത്തോസിനോട് പൗലോസ് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഉറപ്പിച്ച് പറയണം. പത്രോസ് ഒന്നാമത്തെ പ്രസംഗം നടത്തി. ഈ പെന്തക്കോസുകാരെ ഉപദേശിമാർ എന്തിനാ ഇത്ര അലർന്ന് എന്ന് എന്നോട് ഒരാൾ കഴിഞ്ഞ ദിവസം, ഞാൻ ഈ പരിസരത്ത് തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ചികിത്സയോട് ബന്ധപ്പെട്ടായിരുന്നല്ലോ, ഒരിടത്ത് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്നയാൾ എന്നോട് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു, പത്രോസ് ഉപദേശി ഒന്നാമത്തെ പ്രസംഗത്തിനകത്ത് ഉച്ചത്തിൽ പറഞ്ഞു ഞങ്ങളുടെ തുടക്കം എങ്ങനെയാന്ന് പറഞ്ഞു. ആരെങ്കിലും ചോദിച്ചാലേ ഉത്തരം പറയാൻ റെഫറൻസ് എഴുതി വെച്ചോണം. സ്തോത്രം. അല്ല, ഞങ്ങൾ പണ്ട് മുതലേ ഇങ്ങനെ കാറുന്നവരാണ്, ഞങ്ങളുടെ പിതാക്കന്മാരെ കാറുന്നവരാണ്, ഇപ്പോഴും ഞങ്ങൾ അലറുന്നവരാണ്. അതൊന്നുമല്ല അതിന് ഉത്തരം. എടുക്ക എന്ന് പറയാൻ കയ്യിൽ സ്റ്റോക്ക് മടക്കി വെക്കണം, ഹൃദയത്തിൽ വേണം. അപ്പം പത്രോസ് 11 പേരോട് കൂടെ നിന്ന് എന്ത് ചെയ്തു? ഉച്ചത്തിൽ. ഹല്ലേലൂയ.
ഇതെന്ത് ചെയ്യണം? ഉറപ്പിച്ചു പറയണം. ഇത് വ്യക്തമായി പറയണം. ഒന്നും കൂടെ പറഞ്ഞാൽ, തീത്തോസെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ, എല്ലാവരുടെ ഹൃദയത്തിൽ കയറത്തക്ക രീതിയിൽ, ഇനി നീ നന്നായി പല്ല് തേച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാക്ക് വടിച്ച് നല്ല സ്ഫുടതയോടുകൂടെ ഇത് കാര്യം ക്ലിയറായിട്ട് പറയണം. സ്തോത്രം. ഇത് ഉറപ്പിച്ച് പറയണം. അടുത്തത് കാരണം എന്താണെന്നറിയോ? ഇത് ശുഭവചനമാണ്. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരം ഉണ്ടാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന വചനം ക്രിസ്തുവാണ്. ക്രിസ്തുവേശു എന്ന വചനം ശുഭവചനമാണ്. ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകൾക്കും കാരണം ഈ വചനം ഉള്ളിൽ വന്നതാണ്. ഈ ശുഭവചനമാണ് അതിന് എല്ലാം നാമി കുറിച്ചത്, മുഖാന്തരമായത്, കാരണഭൂതനായി തീർന്നത് ഈ വചനമാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലിരിക്കുന്ന യേശു കർത്താവ് ശുഭവചനമാകയാൽ ക്രിസ്തുവേശുവിൽ കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ. ആമേൻ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി പറയാൻ എത്ര പേർക്ക് പറ്റും? ക്രിസ്തുവേശുവിൽ കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവേശുവിൽ കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവേശുവിൽ കൂടെ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവേശുവിൽ കൂടെ ആത്മീകമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്ഥിതികൾക്ക് മാറ്റമുണ്ടാകും. ക്രിസ്തുവേശുവിൽ കൂടെ എനിക്ക് അനുഗ്രഹം ഉണ്ടാകും. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൂതേറ്റെടുത്ത് കരങ്ങളെ തട്ടി പ്രാപിച്ച ദൈവകൃപയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ശുഭവചനം, നിനക്ക് നന്മയായി തീരുന്ന വചനം.